ഹലോ ഗൈസ്, ന്യൂ ചാനൽ. ഹലോ ഗൈസ്, ഞാൻ പുതിയതായിട്ട് യൂട്യൂബിൽ ചാനൽ തുടങ്ങിയ ഒരാളാണ് കേട്ടോ. യൂട്യൂബിൽ ആദ്യമായിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. എൻ്റെ ചാനൽ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. ഇതെന്തായാലും ന്യൂ ചാനലാണ്. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ കയറുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യാം കേട്ടോ. എന്തായാലും നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ട് എന്തായാലും വേണം. ഞാൻ പിന്നെ ആദ്യമായിട്ട് തുടങ്ങുന്ന ആളായതുകൊണ്ട് തന്നെ ഒരു സപ്പോർട്ട് വേണം. എൻ്റെ ചാനൽ ആദ്യത്തെ വീഡിയോ ആയിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരും ആദ്യം തന്നെ ചെയ്യുന്ന മരം വെട്ടുന്നതായിരിക്കും. എന്തായാലും ഇതൊരു നല്ല സ്പോൺ ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നേരെ മരം വെട്ടാൻ തുടങ്ങാം. ഇതിൻ്റെ അടുത്ത് വില്ലേജ് ഉണ്ടോ? വില്ലേജ് ഉണ്ടായിരുന്നെങ്കിൽ വില്ലേജ് നമുക്കൊന്ന് ചെന്ന് നോക്കണം. എന്തായാലും നേരെ ഇനി മരം വെട്ടാം. നമുക്ക് നേരെ ഇതിൻ്റെ അകത്ത് ക്രാഫ്റ്റിംഗ് ടേബിളിലേക്ക് പോകണം. പിന്നെ ഞാൻ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് പ്ലെയർ ആയതുകൊണ്ട് തന്നെ ചെറിയ ലാഗടി എന്തായാലും ഉണ്ടാകും. അതിൽ നമുക്ക് നേരെ മരം കുറച്ച് വെട്ടിയെടുക്കാം. കുറച്ച് മരം നമ്മൾ നേരെ ഇതാ മരം വെട്ടിക്കൊണ്ടിരിക്കുക. മരം വെട്ടിട്ട് നമുക്കൊരു 5 മരം കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഫോണിലായതുകൊണ്ട് നമ്മൾ കളിക്കുന്നതുകൊണ്ട് നല്ല ലാഗുണ്ട് കേട്ടോ. എന്തായാലും 5 മരം കിട്ടിയിട്ടുണ്ട്. ഒരു ടെക്നോ നിൽക്കുന്നു. തുടക്കം തന്നെ അത് ക്രീപ്പറും എന്തൊക്കെയോ കിടക്കുന്നൊക്കെയാണ്. അതാ ഞാൻ കാണുന്നൊരു വില്ലേജാണോ? ആണ്. അയ്യോ, എൻ്റെ ഫോൺ ഭയങ്കര ലാഗടിക്കുന്നുണ്ട്. ഞാൻ ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് പ്ലെയർ ഉണ്ടായിരുന്നു. നല്ല ലാഗടി ഉണ്ട്. ഇതാണ് എൻ്റെ ഫോൺ ഇങ്ങനെ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ എന്തെങ്കിലും വില്ലേജിലേക്ക് ഒന്ന് പോയി നോക്കാം. നല്ല ഈ സവാനയിലെ വില്ലേജാലേ. കൊള്ളാം. ഓ മൈ ഗോഡ്, മൈ ഫോൺ ലാഗ്. നല്ല വില്ലേജാണല്ലോ. അത് സാധനം ആപ്പോസ്റ്റ് ഇല്ലാത്തല്ലോ, വില്ലേജർമാരോ അങ്ങനെ എന്തുണ്ടാകുന്ന സാധനങ്ങൾ. ഇതിൻ്റെ അകത്ത് തന്നെ വില്ലേജർ. നമ്മളെ ഫോണാണെങ്കിൽ നല്ല ലാഗടി ഉണ്ട്. ഇവിടെ നിൽക്കണോ? നമ്മളാമാർ കൊന്നു കളയും. അങ്ങനത്തെ സാധനമാണ്. വേഗം തന്നെ നമുക്ക് നേരെ വുഡ് ഉണ്ടാക്കാം. വുഡ് നമുക്ക് നേരെ പ്ലാങ്ക്സ് ആക്കിയിട്ട് നമുക്കൊരു വുഡ് ഫുള്ള് പ്ലാങ്ക്സ് ആക്കിയിട്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളും സ്റ്റിക്കും ഉണ്ടാക്കി വയ്ക്കാം. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ സ്റ്റിക്ക് ഉണ്ടാക്കണം. സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പിക്കാസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് നേരെ സ്റ്റോ മൈൻ ചെയ്യാൻ പോവാം. താഴേക്ക് മൈൻ ചെയ്ത് പോവാം. അല്ല, കോയിലും ചെന്ന് വീഴുമോ? എല്ലാവർക്കും സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി സ്റ്റോൺ വേണം കേട്ടോ. നമുക്കൊരു ഫർണസ് ഉണ്ടാക്കാനും പിന്നെ ടൂൾസൊക്കെ ഉണ്ടാക്കണ്ടേ, അതിനൊക്കെ സ്റ്റോൺ വേണം. നമുക്ക് നേരെ എന്തായാലും കുറച്ച് 16 സ്റ്റോൺ എങ്കിലും കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്ന ആളായതുകൊണ്ട് തന്നെ ചെറിയ ലാഗിങ്ങും പിന്നെ എൻ്റെ പറയുന്നതിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, 17 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. മേലോട്ട് പോയിട്ട് നമുക്കിനി സ്റ്റോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഭയങ്കര ലാഗാണ് കേട്ടോ. എൻ്റെ ഒരു ഫോൺ റെഡ്മി ആയതുകൊണ്ട് തന്നെ നല്ല ലാഗടി ഉണ്ട്. നിങ്ങൾ ഇച്ചിരി ക്ഷമിച്ചേക്കുക കേട്ടോ. ഇതുണ്ട്, ഇപ്പം തന്നെ നല്ല ലാഗടി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. നേരെ നമുക്ക് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാം. സ്റ്റോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പം തന്നെ നല്ല ലാഗടി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ സ്റ്റോൺ ആക്സും കുറച്ചുകൂടി സ്റ്റിക്ക് ഉണ്ടാക്കട്ടെ. സ്റ്റിക്ക് കയറുന്നു. സ്റ്റോൺ പിക്കാസും കൂടി ഉണ്ടാക്കാം. സോഡ് നമുക്കിപ്പോൾ ഉണ്ടാക്കണ്ട. ഇപ്പം ഇതും വെച്ച് നമുക്ക് പോകാം. എൻ്റെ ഫോണാണെങ്കിൽ ഭയങ്കര ലാഗ്. നമുക്ക് വില്ലേജറിൻ്റെ ഓപ്പോസിറ്റ് കയറി നോക്കണം. ആമാര് കൊല്ലുമോ? അയങ്കോളയൊക്കെ ഉണ്ട്. ആൾക്കാരെപ്പം വന്നാലും അയ്യോ ഓടിയോ അയങ്കോള ചേച്ചിക്ക്. എൻ്റെ മോനെ ആമാര് അമ്പും പില്ലേക്കുണ്ട്. ഈമാർ തുടക്കം തന്നെ അമ്പും പില്ലേക്ക് എവിടെ നിന്നാണ് ഒപ്പിക്കുന്നത്? അടിക്കടിക്കടിക്കടിക്ക് കൊന്നോ. പോടാ ഇത് ഇവിടുന്നൊക്കെയാണ് അടി വരുന്നത്. എൻ്റെ ഫോൺ ടച്ച് ആവുന്നില്ല. അയ്യോ, ആത്തിനാളുണ്ടോ? ചെന്ന് കയറി നോക്കാം. എൻ്റെ മോൻ ആളുണ്ടാവോ? അതെന്തോ റൂയിൻ്റെ പൊട്ടലോ എന്തോ ഉണ്ട്. കാത്തുനിന്ന് കയറൊക്കെ മണ്ടയ്ക്ക് ഉണ്ടാകുമോ? പേടിയാ. ആമാരൊറ്റ അമ്പിനേ ഉള്ളൂ. അയ്യോ, ഒറ്റ അമ്പിനുള്ളൂ. കുഴി ഞാൻ പേടിച്ചു. ഞാൻ ഇച്ചിരി തഴപ്പിന് കുറച്ച് സ്ഥലത്തുള്ളൂ. ആമാർ 2 അമ്പ് നമ്മൾ മേത്ത് കൊണ്ട് ചാവാൻ. മേളിലുണ്ടാവോ?
മുകളിലില്ല. ജസ്റ്റ് എന്തെങ്കിലുണ്ടോ? ഇത് മറ്റേ റയർ സാധനം എന്തല്ലേ, ആർമറിലെന്തോ ആക്കുന്നതാണ്. ഇത് റയർ സാധനം. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുമോ? പിന്നെ ഊതുന്ന സാധനമുണ്ട്. ഇതെന്താണത്? ഇത് റയർ സാധനം എന്താണുള്ളത്? ഇത് നമുക്ക് രണ്ടെണ്ണം. ഇത് റയറാണല്ലോ. നമുക്ക് എന്തായാലും ഊതുന്ന സാധനം, കുറച്ച് ക്യാരറ്റ്, അയൺ കിട്ടി, ഷീൽഡ് ഉണ്ടാക്കാം. അതാ കുറച്ച് വുഡുണ്ട്. നമുക്ക് ഇത് വേണ്ട. നമുക്കൊന്ന് ഊതി നോക്കിയാലോ? ഊതണോ? ഊതി നോക്കാം. പേടിച്ചു പോയി. നല്ല സൗണ്ടുണ്ട്. ഞാനെന്നെ രാജാവ്. അതോടെ അവന്മാർ കയറി വരുന്നു. എൻ്റെ മോനെ അവന്മാരതാ വരുന്നു. ഓടിയാലോ? ചാഴയ്ക്ക് ചാടാൻ പറ്റൂല. അവന്മാർ താഴെ ഉണ്ടാകുമോ? ഊതുന്ന സൗണ്ട് കിട്ടുമെന്ന് തോന്നുന്നു. സീനാകുമോ മോനെ? എന്തായാലും നമുക്ക് നേരെ അമ്പൊന്ന് റീലോഡ് ചെയ്യാം. തോക്കോ? നമുക്കില്ല, ഇതിലേ ഇറങ്ങി താഴേക്ക് പോയാലോ? ഇതിലേ പോയാലോ? നമുക്ക് ഇതിലേ പോവാം. ഇതിനെ നമുക്ക് താഴേക്ക് ചാടാം. 3, 2, 1 സ്റ്റാർട്ട്. ചട്ടോ. കുറച്ച് വീറ്റ് നമുക്ക് എടുക്കാം ഫുഡിന്. നമ്മളെ ഫുഡ് കുറവാ. ഹങ്കർ എന്താ കുറഞ്ഞാൽ നമ്മളെ ഹെൽത്ത് കുറേ പോകും. ഇതിന് കുറച്ച് ഈ വീറ്റ് ഫുള്ളങ്ങ് എടുത്തേക്കാം. സോറി വില്ലേജേഴ്സ്, എനിക്ക് വിശക്കുന്നുണ്ട്. കണ്ടോ? എന്തായാലും പിന്നെ ആദ്യം കാണുന്ന സബും ഷെയറൊക്കെ ചെയ്യും കേട്ടോ. ലൈക്കൊക്കെ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് നല്ല പോലെ വേണം. ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ആളായതുകൊണ്ട് എനിക്ക് നല്ല പോലെ സപ്പോർട്ടൊക്കെ വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കിനി ഫ്രണ്ടിലോട്ട് ഈ വേൾഡും ചാനലിൽ കൊണ്ടുപോകുള്ളൂ. ഞാൻ ഇനി മൈൻക്രാഫ്റ്റിൻ്റെ കണ്ടൻറ്റ് മാത്രമല്ല വേറെ കണ്ടൻറ്റൊക്കെ ചെയ്യും. പിന്നെ ഇത് റെഡ്മി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് അല്ല ലാഗ് കുറവായ ഈ ഗെയിമുള്ളൂ, മൈൻക്രാഫ്റ്റ് ഉള്ളൂ. നമുക്ക് എന്തായാലും ഇത് വെച്ച് അത്യാവശ്യം പകുതി വീഡിയോസ് ഇതിനെ കുറിച്ചായിരിക്കും കേട്ടോ, മൈൻക്രാഫ്റ്റിൻ്റെ ആയിരിക്കും. എന്തായാലും നമുക്കിത് വീട്ടിൽ ഫുള്ളങ്ങ് എടുത്തേക്കാം. നമുക്കില്ല റൂമിൻ്റെ ഹോട്ടലിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ? അതോ പ്രേതോ? അവന്മാരവിടെ അതാ പോകുന്നു. അവന്മാർ ഉണ്ടോ? അടിയോ? അവന്മാർ കാണാണ്ട് പോവാം. അവന്മാർ അതാ നിൽക്കുന്നു. നമുക്ക് ഹെഡ് ഷോട്ട് അടിച്ചാലോ? വിട്ടോ. യെസ്, കൊണ്ടുവിട്ടോ. ഒറ്റ മോനെ ഓടി ചത്ത്. ഓട്. ചത്ത് വരുന്നു മോനെ. ചത്തറ. ലാഗടിക്കുന്നു. ചത്ത്. ചത്ത്. ഷേടാ, രാത്രി ആയല്ലോ. വേഗം ഓടി. നമുക്ക് വില്ലേജസിൻ്റെ ഏതെങ്കിലും വീട്ടിൽ കയറിയിരിക്കാം. ഓടിക്കോ. എൻ്റെ മോനെ ഫോണാണെങ്കിൽ ഭയങ്കര ലാഗ്. അല്ലെങ്കിൽ നമുക്ക് വേഗം തന്നെ വില്ലേജസിൻ്റെ ഏതെങ്കിലും വീട്ടിൽ കയറി കിടന്ന് ഉറങ്ങാം. അവന്മാരെ പിന്നെ അടിക്കാം. നമ്മളെ സാധനങ്ങളും അവിടെയാണല്ലോ. ഓടിക്കോ. വില്ലേജസ് വീട്ടിൽ കയറുക. ഓടിക്കോ. വാതിലിച്ച്. ഇനി ഒന്ന് ഉറങ്ങട്ടെ. ഇനി ഉറങ്ങി രാവിലെ ആയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ രാവിലെ അവിടെ കണ്ണടച്ചോളൂ. രാവിലെ വേഗം ചെന്നിട്ട് നമുക്ക് ആ ടൂൾസൊക്കെ എടുക്കാം. നമ്മൾ കുറേ സാധനങ്ങൾ അവിടെ പോകണം. അവന്മാരവിടെ ഉണ്ടോ? എൻ്റെ മോനെ അവന്മാരവിടെ ഉണ്ട്. അങ്ങോട്ട് പോകണം. നമുക്ക് അയൻകോടെ തന്നെ വിളിച്ചോണ്ട് പോയാലോ? ഒന്നും നോക്കണ്ട, ഒരു ഓട്ടം കൂടുക. ഒന്നും നോക്കണ്ട, ഓടി എല്ലാം അങ്ങ് എടുക്കുക. ഓടിക്കോ. അവന്മാർ ടീമായിട്ട് എല്ലായിടത്തും ഇതാ മറ്റേ ചാല് ഓടിക്കോ. ഇതാ കുറേ ആട്ടുംകുട്ടികൾ നിൽക്കുന്നു. ഓടിക്കോ. എന്തായാലും ഇവന്മാർ വിടുന്നില്ല കേട്ടോ. ഇവന്മാർ പുറകെ നിന്ന് ഓടിക്കോ. എന്താ പശുവിൻ്റെ നിനക്കിട്ടൊക്കെ വെച്ചിട്ടുണ്ടോ? നിങ്ങളെയൊക്കെ ഞാൻ കൊന്നോളും. ഒരു സംഭവിക്കും, ഇവന്മാരെയൊക്കെ കൊന്നോളും. വീട്ടിൽ കയറിക്കോ. അതാ നിൽക്കുന്ന അവന്മാർ. അപ്പം നിൽക്കുന്ന എൻ്റെ മോനെ. ഇവന്മാർ സീനാണല്ലോ. നമുക്ക് ഇപ്പം തന്നെ പെട്ടെന്ന് കുറച്ച് ഫുഡ് ഉണ്ടാക്കാം. അവന്മാർ പോകുന്നില്ലേ? വീട്ടെടുത്ത് ഫുഡ് ഉണ്ടാക്കാം. എനിക്ക് ഒരു ഷീൽഡ് ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ അവന്മാർ നമ്മളിട്ടിരിക്കും. ഫുഡ് ഹേബിയൽ എടുത്തില്ലേ? ചേടാ, ഹേബിയൽ എടുത്തില്ല. ഒന്നുകൂടി പോയി ഓടേണ്ടി വരും. ഓടിക്കോ. ഇവന്മാർ പോയി വേഗം പോയിട്ട് ഹേബിയൽ എടുക്കാം. അതാ നിൽക്കുന്നു. ഓടിക്കോ. എടാ, ഈ റയർ സാധനം ചാലി ഒരൽത്ത് ഒരേ ഹാർട്ടേ ഉള്ളൂ. ചകലേ
ഞാൻ നിങ്ങൾ എന്നാ ചെയ്തത്? ഇവന്മാർ ഭയങ്കര സാധനമാണല്ലോ. ഇവന്മാർ എന്തൊരു വെപ്പണാടാ. ഇവന്മാർ നമ്മളെ കയ്യിൽ അമ്പും ബില്ലൊന്നുമില്ല. ഇവന്മാരെ കയ്യിൽ കുറേ അമ്പും ബില്ലൊക്കെ ഉണ്ട്. ഓടിക്കോ, എൻ്റെ മോൻ ഒറ്റ എഴുത്തേ ഉള്ളൂ. ഓടിക്കോ, ഒറ്റ എഴുത്തേ ഉള്ളൂ. അയ്യോ, അങ്ങനെ വീട്ടിൽ കയറി കുറച്ച് ഫുഡ് ഉണ്ടാക്കട്ടെ. ഇപ്പം ചത്തേനെ. അയ്യോ, കുറച്ച് ഹേവിയിൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫുഡ്. 1 സ്റ്റാക്കായി, 2 സ്റ്റാക്കായി, 3 സ്റ്റാക്കായി. ഓ, 3 സ്റ്റാക്ക് 60ആയി. ഇതാ നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കി തിന്ന. അയ്യോ, ഒന്ന് വേഗം ബ്രെഡ് ഉണ്ടാക്കി തിന്നണ്ടേ. ഇപ്പം ഉണ്ടാക്കണല്ലേ ബ്രെഡും? വേണ്ട, ബാക്കി ബ്രെഡ് പിന്നെ ഉണ്ടാക്കാം. നമുക്കിത് വീറ്റാക്കി എടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് വെക്കാം. ആദ്യം ഫുഡ് തിന്നട്ടെ. ലാവടി, ഞാൻ ഒന്ന് കുറച്ച് ഫുഡ് തിന്നട്ടെ. പുറത്തിറങ്ങി നോക്കിയാലോ? ആണോ? നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയാലോ? സാധനങ്ങളൊക്കെ നമ്മളെ റയർ സാധനം കിട്ടിയില്ലേ? ഭയങ്കര രാഗടി കേട്ടോ നമ്മളെ ഫോണ്. ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. വുഡ്, ഈ വുഡുണ്ട്, നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ചെസ്റ്റ് മതി. ബാക്കി ചെസ്റ്റ് പിന്നെ ഉണ്ടാക്കാം. 2 എണ്ണം വേണ്ട, 1 മതി. കാർട്ടിൻ്റെ ഉള്ള മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ആവശ്യമുള്ള സാധനമൊക്കെ വെക്കാം. നമുക്ക് വുഡ് വെക്കാം, ഇത് വയർ സാധനം വെക്കാം, ഊത്ത സാധനം വെക്കാം. ബാക്കി വീട്ടിൽ നമുക്ക് പിന്നെ എടുക്കാം ആവശ്യമുള്ളപ്പോൾ. ഇതൊക്കെ അവിടെ വെക്കാം. ഇതിൻ്റെ മുന്നേ പുറത്തേക്ക് ഇറങ്ങി നോക്കിയാലോ? വില്ലേജിനെ ഇരിക്കണം. വില്ലേജിനൊക്കെ താമാരിട്ട് അടിക്കുക. ഈ അയങ്കോളം എന്ത് ചെയ്യണം? ഫുഡ് തിന്നിട്ട് നമുക്കൊന്ന് ചെന്ന് നോക്കാം. എന്നാലും നമുക്കിത് നല്ല കുറച്ച് അമ്പ് ഇട്ടിട്ട് നമുക്ക് അമ്പ് എടുത്ത് അമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇവന്മാരെ അമ്പ് കൊണ്ട് തന്നെ നമുക്ക് അവന്മാരെ കൊല്ലാം വെടിവെച്ച്. അപ്പോൾ അതാ പശുമ്പ് പോകുന്നു. നമുക്കൊന്ന് റൂവിൻ്റെ അതാ മെലനിരിക്കുന്നു, വാട്ടർ മെലൻ. ഇതും കുറച്ച് ഇതുകൊണ്ട് സീഡ് ഉണ്ടാക്കാവോ? കുഴി എടുത്ത് നടായിരിക്കും. റൂവിൻ്റെ ബോട്ടിൽ ഒന്ന് പോയി നോക്കിയാലോ? ഇവന്മാരെ മണ്ടയ്ക്കെല്ലാം ഉണ്ടാകുമോ? മണ്ടയ്ക്കുണ്ടാകുമോ ഇവന്മാർ? ഉണ്ടാവില്ല. ഇല്ലല്ലോ, വേഗം വിട്ടോ. റൂവിൻ്റെ പോലെ ജസ്റ്റ് ഇതിൽ എന്താ ഉള്ളത്? ഒരു അയൺ അല്ല, ഗോൾഡൻ ലേസും ഇതെന്താ ഫ്ലിൻറ്റോ, ഒരു കറുത്ത കല്ലും, എന്തോ ക്ലോക്ക്, പിന്നെ കുറച്ച് നെഗറ്റും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതും വെച്ച് നമുക്കിനി നേരെ പോവാം. നമുക്ക് ഇതെടുത്ത് ഇപ്പോൾ ആർമർ ഇട്ടേക്കാം. അല്ല, ഹെൽത്ത് പോയാലോ? എന്തായാലും നമുക്ക് നേരെ ഇനി വില്ലേജിലേക്ക് തിരിച്ചു. ഇവന്മാരല്ലെങ്കിൽ നമ്മളെ കൊന്നോളൂ. ഇവന്മാർ വല്ലതും സാധനം കേട്ടോ ഇവന്മാർ. എന്തായാലും നമ്മളിത് നേരെ വീട്ടിലേക്ക് പോട്ടെ. എടാ, ഇവന്മാരെ കൊന്നതാണോ? വില്ലേജിൽ തന്നെ കൊന്നതിൻ്റെ എല്ലാണോ? അത്? അയ്യോ, ഇവൻ സൈക്കോയാ. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണോ? വേണോ? റിസ്ക് ആണോ? എനിക്കറിഞ്ഞൂടാ. അതാ മോനെ, അയങ്കോളം ചാകാറായടാ. അയങ്കോളത്തിന് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. അയങ്കോളത്തിന് ഫുൾ പവറാണെങ്കിൽ എത്ര അയം കൊടുക്കണം? 3 2 അയണോ? എത്രയും അയം കൊടുക്കണം അതിന് ഫുൾ പവറായി. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത് വല്ലതും ഉണ്ടോ നോക്കാം. ഒരു കുഴി കാണും, നമുക്ക് കുഴി വരെ ചെന്ന് നോക്കാം. അവിടെ ഇത് കുഴിയൊന്നുമല്ലത്, ഇത് വലിയ കേവാ. എൻ്റെ മോനിപ്പോൾ ഇറങ്ങണോ? വേണ്ട, ഇറങ്ങണ്ട, തിരിച്ചു പോവാം. നമ്മളിപ്പോൾ ഇറങ്ങി അങ്ങ് ചെന്നല്ല, സോംബീസൊക്കെ എടുത്ത് നമ്മൾ പൂശും. നമ്മളൊരു ഫോറസ്റ്റിൻ്റെ പ്ലെയിൻ്റെയും സവാനിൻ്റെ നടുക്കല്ലേ നമ്മളുള്ളത്. എന്തായാലും നമുക്കിനി കുറച്ച് ഇതിലൊന്ന് കറങ്ങി നോക്കാം, വേറെ എന്തെങ്കിലും അടുത്തുണ്ടോയെന്ന്. അങ്ങോട്ടേക്ക് പ്ലെയിനാണോ ഫോറസ്റ്റാണോ ഒന്നും കാണുന്നില്ല. തിരിച്ച് വില്ലേജിൽ തന്നെ പോയേക്കാം. എന്താ കുറച്ച് കുട്ടികൾ നിൽക്കുന്നു, നമുക്ക് അതിനെ തല്ലിക്കൊല്ലാം. ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. അടുത്തതിനെ കൊല്ലാം.
ഇന്നത്തെ ചാത്ത ടച്ച് വർക്കാവുന്നില്ല കേട്ടോ, ടച്ച് വർക്കാവുന്നില്ല. നമുക്ക് നേരെ എന്തെങ്കിലും നമുക്കിനി വില്ലേജിലേക്ക് പോവാം. വേറൊരു കുഴി കാണുന്നു. അതൊക്കെ ഇവിടെ ഫുള്ള് കുഴിയാണ്. ഇവിടെ വല്ല പട്ടാളത്തിൻ്റെ ഫൈറ്റ് ചെയ്യുന്നുണ്ടോ നമുക്കില്ല. പിന്നെ വീടുണ്ടാക്കുമ്പോൾ ഇവിടെ ഈ മരം എടുക്കണോ അല്ലെങ്കിൽ സവാനയിലെ മരം എടുക്കണോ എന്ന് നോക്കണേ കേട്ടോ. ഈ മറ്റേ കറുത്ത വുഡ് എനിക്കിഷ്ടം, പക്ഷെ കറുത്ത വുഡ് കുറച്ചേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത് മാത്രം എടുത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ആമാരെ ആപ്പോസിറ്റ് മറ്റേ വലിയ ഫ്ലാറ്റ് പോലത്തെ സാധനം പൊട്ടിക്കണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ കുറച്ച് വുഡ് എടുക്കാം. ഈ വുഡ് പിന്നെ എടുക്കാം, എനിക്ക് വേണ്ടി എടുക്കാം. എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ നിർത്തണം കേട്ടോ. എന്തായാലും ഇത് അത്യാവശ്യം തന്നെ ലെങ്ത് ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പിന്നെ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്കും ഷെയർ സബ്ബൊക്കെ ചെയ്യുക. എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മൾ ഇവിടെ വെച്ച് നിർത്താൻ പോകണം.